ഇന്നൊരു ഗ്രാഫ്റ്റിംഗ് പരീക്ഷണമാണ്. ഇതൊരു ഞാവലിൻ്റെ പ്ലാന്റും ഇത് ഒരു മാവിൻ്റെ പ്ലാന്റും. അപ്പോൾ ഇത് രണ്ടും ഈ ചട്ടിയിൽ നിന്ന് മാറ്റാതെ തന്നെ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നാണ്. തമിഴ്നാട്ടിൽ ഇത് ഫാർമേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാനിതിനു മുമ്പ് ഇതിൻ്റെ കട്ട്സൊക്കെ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പരാജയമായിരുന്നു. ഈ ഞാവല് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു 5 വർഷമായിട്ട് ഉള്ളൊരു പ്ലാന്റ് ഉണ്ട്. ഞാനത് മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ 5 വർഷത്തോളമായി. ഇതുവരെ ഒന്ന് പൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനതിൽ മോതിര വളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട്സ് വെക്കാതെ തന്നെ ഇതിലെങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ പ്ലാന്റിലാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. മാവ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാന്റിലാണ്. ഇതിൽ 2 ഉണ്ട്. ഒന്ന് ഇത് തായ്ലൻഡ് വെറൈറ്റി ഓൾ സീസൺ മാവാണ്. അപ്പോൾ ഇതിനകത്താണ് നോക്കാം പരീക്ഷ എങ്ങനെയാണ് വിജയിക്കൂലോ എന്ന് നോക്കട്ടെ. ഇതാദ്യം അവിടെ കൊണ്ട് വെക്കണം. വാ ഫോളോ മീ. വെച്ചിട്ട് ഇത് നമ്മൾക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്തൂല. അപ്പം മേളിലേക്ക് നമുക്ക് ഇവിടെ ഈ ഗ്യാപ്പിലേക്ക് ഇത് പിന്നെ കയറ്റി വെക്കാം. ഈ ചെടിച്ചട്ടിന് ഇങ്ങനെ ഈ ഗ്യാപ്പിലേക്ക് കയറ്റി വെക്കാം. വേണ്ട ഇങ്ങനെ വന്നിട്ടുണ്ട്. എവിടെ കൈ അപ്പം അതിന് ഫേവറായിട്ട് അയ്യോ വെച്ചിട്ട് നമ്മളിത് എന്താ ഈ ഇതിലേക്കാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണത്. ഇങ്ങനെ കണ്ട അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയുക. കളഞ്ഞിട്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഇതിങ്ങനെ കളയണം. ഇതൊരു പുതിയ പരീക്ഷണമാണ്. തമിഴ്നാട്ടിലെ ഫാർമേഴ്സ് ഞാൻ കണ്ടേക്കണത് പേരയുടെ ഫാർമേഴ്സ് ചെയ്യണ പരിപാടിയാണിത്. പിന്നെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതേ സ്ഥലത്ത് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഇതുപോലെ കളയണം. ഇങ്ങനെ ചെത്തിയെടുക്കാം, അല്ലെങ്കിൽ എൻ്റെ കൈ പോവും. കട്ട്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യത തീരെ കുറവാണ്. അപ്പം ഇതൊന്ന് നോക്കാം വിജയിക്കും എന്നുള്ളത്. അപ്പം ഇതിനകത്ത് കായും ഉണ്ടാകുന്നില്ല, പൂവുണ്ടാകുന്നില്ല, കായും ഉണ്ടാകുന്നില്ല. ഇതൊന്ന് നോക്കാം. അപ്പം കളഞ്ഞിട്ടുണ്ട്. ഈ കേബിൾ ടൈ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെക്കാം. എന്താണെന്ന് വെച്ചാൽ അവിടെ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം കയറാത്ത രീതിയിൽ നല്ലോണം ചുറ്റി കൊടുക്കണം. ഗ്രാഫ്റ്റിൻ്റെ പൂച്ചിട്ട് മഴക്കാലമുള്ള വെള്ളം കയറും. എന്നാലും ഇതും ഈ പരീക്ഷണം വിജയിച്ചാൽ മതിയായിരുന്നു. നമുക്ക് ഈ മാവിൽ കൊണ്ടുപോയി ഗ്രാഫ്റ്റ് ചെയ്യാം. മാവിൽ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ഈ കമ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 2 കമ്പുകൾ ഇതിപ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമാണ്, നിലത്തിരുന്നുള്ള കളിയായതുകൊണ്ട്. ഇതിങ്ങനെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഇതൊക്കെ കളയാം. എന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ വാടിപ്പോവില്ല എന്തായാലും. മറ്റത് ചീഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതാണ് ഈ രീതി ഒന്ന് നോക്കാൻ തരുന്നത്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചേർത്ത് വെക്കുന്ന പണിയാണ് പണി.
ഇത് പിടിപ്പിക്കണം. നമുക്കിത് ടേപ്പ് ചെയ്യാം. ഇത് ദൂരെ നേരത്താണ് ഇതിങ്ങനെ മഴവെള്ളം കയറാത്ത രീതിയിൽ നല്ലോണം ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ചിട്ട് ഓക്കെ. രണ്ടര കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. ഓക്കെ.